നടന്ന കോൾഡ് വാർ ടാസ്കിൽ വിജയിച്ചത് ആര്? ജിസേലിൻ്റെ ബാഗ് രഹസ്യമായി പരിശോധിച്ച് അനുമോളും കൂട്ടരും. എല്ലാം ചർച്ച ചെയ്യാം. ഡേ 10 ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് മെസ്സേജ് അയക്കണം. ഇതുപോലുള്ള ബിഗ് ബോസിൻ്റെ ഫാസ്റ്റസ്റ്റ് അപ്ഡേറ്റിനും ലൈവ് റിവ്യൂസുമായി നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ കൂടി ചെയ്തേക്കണം. അത് നമുക്ക് ഇന്ന് രാവിലെ പുറത്തു വന്ന കോൾഡ് വാർ ടാസ്കിൻ്റെ പ്രമോനെ കുറിച്ച് പരിശോധിക്കാം. കോൾഡ് വാർ ടാസ്കിൻ്റെ പ്രമോയിൽ ഇപ്രകാരമാണ് പറയുന്നത്. കോൾഡ് വാർ ഇത് മിഡ് വീക്ക് സസ്പെൻഷനിൽ നിന്നും രക്ഷ നേടാനുള്ള രണ്ടാമത്തെ ഗെയിമാണെന്നാണ് പറയുന്നത്. സഹായികളാണ് ഇവർക്ക് വേണ്ടി ഗെയിം കളിക്കേണ്ടതെന്ന് പറയുന്നു. ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ഫ്രിഡ്ജിനുള്ളിൽ നിറയ്ക്കുന്ന ടീമായിരിക്കും മത്സരത്തിലെ വിജയ് എന്നാണ് പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടാണ് പ്രമോ അവസാനിക്കുന്നത്. അത് ബിഗ് ബോസ് പറയുന്നതാണ്. പറയുന്നതേ അന്ധമായി ചെയ്യുന്നതിൽ ഒരല്പം ലോജിക്ക് വേണ്ടേ എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രമോ അവസാനിക്കുന്നതായിട്ടുള്ളത്. ഇത്രയാണ് പ്രമോനകത്ത് പറയുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ രാവിലത്തെ ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ രാവിലെ തന്നെ കാണിക്കുന്നത് കിച്ചണാണ്. കിച്ചൺ ടീം ഭയങ്കര ലാഗാണ് കേട്ടോ. ഭയങ്കര ലാഗെന്ന് പറഞ്ഞാൽ ഭയങ്കര ലാഗാണ്. രാവിലെ തന്നെ എഴുന്നേറ്റ് 10 മണിക്കാണ് എന്താണ് ഉണ്ടാക്കേണ്ടതെന്ന് പോലും ചിന്തിക്കുന്നത്. എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്താ ഉണ്ടാക്കുന്നത് പോലും അവർക്ക് അറിയുന്നില്ല. എന്താ ഉണ്ടാക്കുന്നതെന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഭയങ്കര സ്ലോ ആണ്. കോർഡിനേറ്റർ ഇല്ല, ഒന്നുമില്ല, ഒരു ടീം പ്ലാൻ ഇല്ല, ടീം വർക്കില്ല, ഒന്നുമില്ല. സംസാരം മാത്രമാണ് ഈ കിച്ചണിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ നെവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നെവിന്ന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവിടെ സൃഷ്ടിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു. ഒരുപാട് സാധനങ്ങളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് അതിൽ കഴിക്കുന്നുണ്ട് പുള്ളിക്കാരൻ. ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇവരൊക്കെ കാണാതെ, അതായത് കിച്ചൺ ടീമൊക്കെ കാണാതെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഒളിച്ചിരുന്നിട്ട്, അതായത് ഒരു ബെഡിൻ്റെ അരികിൽ പോയി ഒളിച്ചിരുന്നിട്ട് കഴിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിൻ്റെ പേരിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് വലിയ പ്രശ്നങ്ങളൊന്നുമല്ല, ചെറിയ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്. പിന്നെ ജിസേലിൻ്റെ കാര്യം വന്നു കഴിഞ്ഞാൽ ജിസേൽ ഇപ്പോഴും മേക്കപ്പ് സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പുള്ളിക്കാരിക്ക് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് അറിയുന്നില്ല. പുള്ളിക്കാരി എന്തായാലും മേക്കപ്പ് സാധനങ്ങളൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഞാൻ ബീട്രൂട്ട് ആക്കിയിട്ട് ഇട്ടതാണ്, ബീട്രൂട്ട് കൊണ്ട് ഇട്ടതാണ്, അങ്ങനെയൊക്കെ പറയും. പക്ഷേ പുള്ളിക്കാരി ഇപ്പോഴും മേക്കപ്പ് സാധനം ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് ആദില നൂറയും നമ്മുടെ അനുമോളെ കൂടിയിട്ട് രഹസ്യമായിട്ട് നമ്മുടെ ജിസേലിൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് സപ്പോർട്ടിങ് ചെയ്തു നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട്. അതായത് ഇവർക്ക് മാത്രം ഇങ്ങനെ നമുക്കില്ലാത്ത ഇവർക്കും വേണ്ട, ഇതിൻ്റെ ഫുൾ സപ്പോർട്ട് ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് ക്യാപ്റ്റനായി ഷാനവാസ് പറയുന്നുണ്ട്. അതിനുശേഷം ഷാനവാസും നമ്മുടെ ആദില നൂറയും കൂടി സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഷാനവാസ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായി നിങ്ങളുടെ കാര്യം നോക്കണം എന്നാണ് പറയുന്നത്. അതായത് ഒരു മൂത്ത ചേട്ടൻ പറയുന്ന നിലയ്ക്കാണ് നമ്മുടെ ഷാനവാസ് ആദില നൂറയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ളത്. അതിന് ശേഷം നമ്മുടെ അനീഷിൻ്റെ കാര്യം. അനീഷ് അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് കണ്ണട വയ്ക്കുന്നുണ്ട്, ഇടയ്ക്ക് കണ്ണട മുകളിൽ കയറ്റി വയ്ക്കുന്നുണ്ട്, ഇടയ്ക്ക് കണ്ണട മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ക്യാപ്റ്റനായിട്ട് നമ്മുടെ ഷാനവാസ് കാണുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് കണ്ണട വെച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കുക, കണ്ണട വയ്ക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് അത് പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എടാ മണ്ട, എനിക്ക് ജോലി ചെയ്യുമ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ പറ്റത്തില്ല എന്നാണ് പറയുന്നത് നമ്മുടെ അനീഷ്. അത് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ആണെന്നാണ് പറയുന്നത്. അതിൻ്റെ പേരിൽ ചെറിയ വഴക്കും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ചെറിയ വഴക്കാണ്, വലിയ വഴക്കൊന്നും കാര്യങ്ങളൊന്നും കാണാൻ സാധിച്ചില്ല രാവിലത്തെ ഭാഗത്ത് കേട്ടോ. പിന്നീട് ഇവർക്കൊരു മോർണിംഗ് ടാസ്ക് കൊടുക്കുന്നുണ്ട്. മോർണിംഗ് ആക്ടിവിറ്റിയുടെ പേരെന്ന് പറയുന്നത് പഴുത്ത ഇലയും പച്ച ഇലയും എന്നാണ് മോർണിംഗ് ആക്ടിവിറ്റിയുടെ പേരായിട്ട് കൊടുക്കുന്നത്. ഇവരുടെ തന്നെ കാഴ്ചപ്പാടാണ് ചോദിക്കുന്നത് കേട്ടോ. ഓഡിയൻസ് അതായത് ഇവരെ കണ്ടിട്ട് എന്തായിരിക്കും നമ്മുടെ ഈ ഗെയിം കണ്ടിട്ട് എന്താണ് ചിന്തിക്കുക എന്നുള്ളതാണ് ഇവർ പറയേണ്ടത്. അതിനകത്ത് 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ശല്യം ചെയ്യുന്ന വ്യക്തി, അതായത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ശ്രദ്ധ ചലിപ്പിക്കുന്ന ഒരു വ്യക്തിയെ പറയാനാണ് പറയുന്നത്. പിന്നെ സേഫ് ഗെയിമർ, അത് സേഫായിട്ട് നിന്ന് കളിക്കുന്ന സേഫ് ഗെയിമർ, പിന്നെ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരാൾ എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒട്ടുമിക്ക ആളുകളും അനീഷിനെ കുറിച്ചാണ് കൂടുതലും പറയുന്നത് കേട്ടോ. അതായത് ഏറ്റവും കൂടുതൽ ശല്യം ചെയ്യുന്ന വ്യക്തിയായിട്ട് നമ്മൾ അനീഷിനെ പറയുന്നു, എല്ലാവരും പറയുന്നുണ്ട്. അതിൽ അനുമോൾ മാത്രമാണ് കുറച്ച് വ്യത്യസ്തമായിട്ട് പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് ഏട്ടൻ തന്നെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, പക്ഷേ ഒരു ഗെയിമർ കൂടിയാണ്.
തന്നെയാണ് അദ്ദേഹം. അനുമോൾ മാത്രമാണ് ഇങ്ങനെ പറയുന്നത്, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് പറയുന്നത് കേട്ടത്. ഇനി അടുത്തത് സേഫ് ഗെയിമർ. ഷാനവാസ് പറയുന്നത് ബിന്നിയാണ് സേഫായിട്ടാണ് കളിക്കുന്നതെന്നാണ് പറയുന്നത്. ബിന്നി സേഫായിട്ട് കളിക്കുന്നതെന്നാണ് പറയുന്നത്. ബട്ട് സേഫാണ്, അതായത് ബിന്നി നന്നായിട്ട് കളിക്കുന്നുണ്ട്, പക്ഷേ ബട്ട് സേഫായിട്ടെന്നായിട്ട് കളിക്കുന്നതെന്ന് പറയുന്നു. പിന്നെ അപ്പാനി വരുന്നു, ശാരികയുടെ പേരാണ് പറയുന്നത്. പിന്നെ അനീഷ് വരുന്നു, ശൈത്യയുടെ പേര് പറയുന്നു. പിന്നെ ശാരിക വരുന്നു, അനുവിൻ്റെ പേരാണ് പറയുന്നത്. പിന്നെ ബിൻസി വരുന്നു, അനുവിൻ്റെ പേര് പറയുന്നു. അബി വരുന്നു, ശരത്തിൻ്റെ അക്ബറിൻ്റെ പേരാണ് പറയുന്നത്. അക്ബർ വരുന്നു, നെവീൻ്റെ പേര് പറയുന്നു. നെവിൻ വരുന്നു, അനുവിൻ്റെ പേരാണ് പറയുന്നത്. ആദിന നൂറ വരുന്നു, നെവീൻ്റെ പേരാണ് പറയുന്നത്. റെന വരുന്നു, അനുമോളുടെ പേരാണ് പറയുന്നത്. ബിന്നി വരുന്നു, അനുവിൻ്റെ പേരാണ് പറയുന്നത്. ആര്യൻ വരുന്നു, അനുവിൻ്റെ പേരാണ് പറയുന്നത്. അനു വരുന്നു, നെവീൻ്റെ പേര് പറയുന്നു. ശൈത്യ വരുന്നു, നെവീൻ്റെ പേര് പറയുന്നു. രേണു വരുന്നു, നെവീൻ്റെ പേര് പറയുന്നു. ജിസൽ വരുന്നു, അനുവിൻ്റെ പേരാണ് പറയുന്നത്. സരിക വരുന്നു, അനുവിൻ്റെ പേരാണ് പറയുന്നത്. ഒനിയൻ വരുന്നു, അനുവിൻ്റെ പേര് പറയുന്നു. ഒട്ടുമിക്ക ആൾക്കാരും പറയുന്നത് അനുവിൻ്റെ പേരാണ്. എന്ത് സേഫ് ഗെയിമായിട്ട് കളിക്കുന്ന ആളുടെ പേര് പറയുമ്പോൾ അനുവിൻ്റെ പേരാണ് ഒട്ടുമിക്ക ആൾക്കാരും പറയുന്നത്. പിന്നെ നെവീൻ്റെ പേര് പറയുന്നവരുണ്ട് കേട്ടോ. പിന്നെ ഒരാൾ അനീഷിൻ്റെ പേരും പറഞ്ഞിട്ടുണ്ട്. ഇത്രയാണ്. അപ്പോൾ ഏറ്റവും മികച്ച നല്ല ഗെയിമർ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഷാനവാസ് പറയുന്നത്, ഷാനവാസും അക്ബറും കൂടിയിട്ട് നമ്മൾ റെനയുടെ പേരാണ് പറയുന്നത്. റെനയുടെ പേര് പറയുന്നു. റെന അക്ബറിൻ്റെ പേര് പറയുന്നു. ശരത്ത് അക്ബറിനെ പറയുന്നു. പിന്നെ ബിന്നി ശരത്തിനെ പറയുന്നുണ്ട്. അനീഷ് ജിസേലിനെ പറയുന്നുണ്ട്. ഒനിയൻ ജിസേലിനെ പറയുന്നുണ്ട്. ശാരിക ബിന്നീനെ പറയുന്നുണ്ട്. ബിൻസി ശരത്തിനെ പറയുന്നുണ്ട്. അബി ജിസേലിനെ പറയുന്നുണ്ട്. അക്ബർ ജിസേലിനെ പറയുന്നുണ്ട്. നെവീൻ ജിസേലിനെ പറയുന്നുണ്ട്. ആദിൽ നൂറ ശരത്തിനെയാണ് പറയുന്നത്. പിന്നെ ആര്യൻ ജിസേലിനെ പറയുന്നു. അനു അനീഷിനെ പറയുന്നു. ശൈത്യ അബിയെ പറയുന്നു. രേണു ആദിന് നൂറയെ പറയുന്നു. ജിസേൽ അക്ബറിന് ആര്യനെയും പറയുന്നു. സരിക പറയുന്നത് അബിന് നെവീനെയാണ് പറയുന്നത്. നല്ല മികച്ച ഗെയിമറാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് മോർണിംഗ് ആക്ടിവിറ്റിയിൽ പറഞ്ഞ ഇത് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ മോർണിംഗ് ആക്ടിവിറ്റി കഴിയുകയാണ്. അതിനുശേഷം കഴിയുകയാണ്. അതിനുശേഷം ഷാനവാസ് പറയുന്നു, അനീഷ് ഓൻ എൻ്റെ നല്ലതിന് വേണ്ടി അല്ലേ പറയൂ, അതായത് ഓൻ എൻ്റെ നല്ലതിന് വേണ്ടിയല്ലേ പറയുന്നത്, അവൻ എൻ്റെ തെറ്റ് രീതിയും ഞാൻ നല്ലതാക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നതെന്നാണ് ഷാനവാസ് പറയുന്നത്, അതായത് അനീഷിനെ കുറിച്ച്. എന്തായാലും അവന് എന്നെ ഇഷ്ടമാണ്, ഞാൻ അവൻ്റെ വീട്ടിൽ പോകുമെന്നും നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട്. അപ്പോൾ അനീഷ്, ഞാൻ മൗനമായി ഇരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങളുടെ ഒക്കെ സ്വഭാവം കൃത്യമായി മനസ്സിലാക്കി വരുന്നുണ്ട് എന്ന് അനീഷ് പറയുന്നു. അപ്പോൾ ആദില പറയാണ്, ശരിക്കുള്ള മുഖം കിട്ടാത്തത് നമുക്ക് മേക്കപ്പ് കിട്ടാത്തത് കൊണ്ടാണ് അനീഷേട്ടാ, മേക്കപ്പ് കിട്ടിയാൽ എല്ലാം ശരിയാകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം അനുമോള് ശൈത്യോടാണ്, അനീഷേട്ടൻ നീ വിചാരിക്കുന്നത് പോലെയല്ല, അനീഷേട്ടൻ കളിക്കുന്നുണ്ട് കേട്ടോ, എന്തൊക്കെ പറഞ്ഞാലും ഈ വീട് ഉണർത്തുന്നതും അനീഷേട്ടനാണ്. അത് ശരിയാണ്, വീട് ഉണർത്തുന്നത് അനീഷാണ്. അനീഷ് നന്നായിട്ട് കളിക്കുന്നുണ്ടോ, ഗെയിം നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളും പോയി പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി അവരെ ഉണർത്തുന്നത് അനീഷേട്ടനാണ്. അത് ശരിയാണ്, അത് പൂർണ്ണമായിട്ട് ഞാൻ അനുവിനോടാണ് യോജിക്കുന്നത്. ശൈത്യയോടാണ്, എടി ഇറിറ്റേഷനാണ് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ ഗെയിം കളിക്കുന്നുണ്ട് പുള്ളിക്കാരെന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് നമ്മുടെ കോൾഡ് വാർ ടാസ്ക് വരുന്നത്. ടാസ്കിൽ പ്രകാരമാണ് പറയുന്നത്, എല്ലാവർക്കും ഫ്രിഡ്ജ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് 6 പേരുണ്ടല്ലോ, 6 പേർക്കും ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്. ഈ 6 പേർക്കും കുറേ സാധനങ്ങളും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഫ്രിഡ്ജിനകത്ത് വെക്കേണ്ട സാധനങ്ങളും കൂടി കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സാധനങ്ങൾ നിറയ്ക്കുന്ന ആളാകും മത്സരത്തിലെ വിജയം എന്നാണ് പറയുന്നത്. അതിനുശേഷം ആദിൽ നൂറയും സിംഗിളായിട്ടാണ് കളിക്കേണ്ടത്, അതായത് ഒറ്റയ്ക്കാണ് കളിക്കേണ്ടത്. അപ്പോൾ അതിൽ ഒരാളെ തിരഞ്ഞെടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ നൂറയാണ് തിരഞ്ഞെടുക്കുന്നത്, നൂറയാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും കളിക്കാൻ വേണ്ടി റെഡി ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അപ്പാനി അനു നന്നായിട്ട് കളിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു. നന്നായിട്ട് കളിക്കുന്നുണ്ട്. കാരണം അപ്പാനിക്ക് നല്ല വിഷമമാണ്, കഴിഞ്ഞ ഗെയിമിൽ ഒന്നും കിട്ടിയില്ലല്ലോ, നാണം കെട്ടുപോയില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കളിക്കണം എന്നുള്ള പ്ലാൻ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ അവർ റെഡി ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ബസർ അടിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവരും ഓടുന്നു, അതായത് ബസർ അടിച്ച ഉടനെ എല്ലാവരും ഓടുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് ഒരുപാട് സാധനങ്ങൾ കുത്തി നിറയ്ക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലയെണ്ണ, ടെഡി ബിയർ, പമ്പിങ് സെറ്റ്, ടൂൾ ബോക്സ്, ബ്രഷ്, ചീപ്പ്,
അതായത് പിന്നെ നമ്മുടെ വെജിറ്റബിൾസ് ഉണ്ടല്ലോ അതിൻ്റെ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഫോട്ടോസ്, പിന്നെ ബെഡ്ഷീറ്റ്, ഇതെല്ലാം കുത്തി നിറച്ച് വയ്ക്കുകയാണ്. അപ്പോൾ കുത്തി നിറച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അനുമോളാണ് ഏറ്റവും കൂടുതൽ, അതായത് ഏറ്റവും ലാസ്റ്റ് ഫ്രിഡ്ജിന് അടയ്ക്കുന്നത്, അതായത് ഏറ്റവും ലാസ്റ്റ് അവരാണ് ഫിനിഷ് ചെയ്യുന്നത്. കഴിഞ്ഞ ഗെയിമിൽ അവർ തന്നെ ആയിരുന്നു. കാരണം അവർക്ക് കുത്തി നിറച്ചിട്ട് പറ്റുന്നില്ല, അത്രയും സാധനങ്ങൾ കുത്തി നിറയ്ക്കുകയാണല്ലോ, അപ്പോൾ അത് പറ്റുന്നില്ല. അപ്പോൾ ലാസ്റ്റ് ബസറടിച്ചിട്ട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവർ അടിച്ചു കഴിഞ്ഞിട്ട് ഇവർ നിൽക്കുകയാണ്, കാരണം അടയ്ക്കാൻ പറ്റുന്നില്ല. അനുമോൾ അപ്പാനി അപ്പോഴും ഫ്രിഡ്ജ് അടയ്ക്കാൻ പറ്റുന്നില്ല. അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട്, കുത്തി നിറയ്ക്കുന്നുണ്ട്. പിന്നെ അവർ ലാസ്റ്റ് അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ലാസ്റ്റ് അവിടെ അടയ്ക്കുന്നുണ്ട്. അതിനുശേഷം ബിഗ് ബോസ് പറയുന്നു, നിങ്ങളൊരു കാര്യം ചെയ്യുക, എണ്ണാൻ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എണ്ണുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഫസ്റ്റ് എണ്ണുന്നത് അനുവിൻ്റെയും അപ്പാനിയുടെയാണ്, അതായത് നമ്മുടെ അനീഷിൻ്റെ ടീമിൻ്റെയാണ് ആദ്യം എണ്ണുന്നത്. ക്യാപ്റ്റനായ ഷാനവാസാണ് എണ്ണാൻ വരുന്നത്. അങ്ങനെ എണ്ണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എണ്ണി നോക്കുമ്പോൾ 40 എണ്ണമാണ് കിട്ടിയിരിക്കുന്നത്. അതിനുശേഷം വന്ന് ടൂൾ ബോക്സ് അതിനകത്ത് കുറേ ടൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് എണ്ണണമെന്നുള്ള ചിന്തയിലാണ്. അപ്പോൾ എന്തായാലും പോട്ടെ, അത് എണ്ണാന്ന് പറഞ്ഞിട്ട് അത് എണ്ണയാണ് ചെയ്യുന്നത്. ബിഗ് ബോസിനോടൊന്നും ചോദിക്കുന്നില്ല, അത് എണ്ണയാണ് ചെയ്യുന്നത്. അങ്ങനെ എണ്ണിയപ്പോൾ 68 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അനീഷിന് ഹാപ്പിയായി. അനീഷ് നമ്മൾ ബുദ്ധിപരമായി കളിച്ചു എന്ന് പറഞ്ഞ്, നമ്മൾ ബുദ്ധിപരമായി കളിച്ചു, അതിലാരും അസൂയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു. അനീഷിന് ഭയങ്കര സന്തോഷമായി കേട്ടോ അത് അറിഞ്ഞപ്പോൾ. അതിനുശേഷം നിവിൻ്റെ അബീലെ എണ്ണിയപ്പോൾ 54 കിട്ടിയിരിക്കുന്നത്. ഷാനവാസിന് അക്ബറിനെ അതായത് എണ്ണിയപ്പോൾ 49. ആരിൻ്റെ ജിസൈലിന് എണ്ണിയപ്പോൾ 45 എണ്ണമാണ് കിട്ടിയിരിക്കുന്നത്. ബിൻസിയുടെ ശൈത്യന് എണ്ണിയപ്പോൾ 45 തന്നെയാണ് അവർക്കും കിട്ടിയിരിക്കുന്നത്. പിന്നെ ബിന്നിയുടെ 100 എണ്ണിയപ്പോൾ 30 കിട്ടിയത്. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഷാനവാസ് ടൂൾ ബോക്സ് കൂട്ടണോ എന്നുള്ള സംശയത്തിലാണ് അപ്പോഴും. അപ്പോൾ അപ്പാനി കൂട്ടണം അതിന് അപ്പോൾ അനീഷും കൂട്ടണം കൂട്ടിയേ പറ്റൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ബിൻസി വന്നിട്ട് ഈ ബ്രെഡിൻ്റെ പാക്കറ്റിലുള്ളതിനകത്ത് എത്ര ബ്രെഡ് ഉണ്ടെന്ന് കൂട്ടി നോക്കണമല്ലോ അപ്പോൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ബഹളമാവാണ് ചെയ്യുന്നത്. ഈ ടാസ്കിൻ്റെ ഇടയ്ക്ക് എന്തോരം ബഹളം വെച്ചിട്ടാണ് ബഹളം നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം ബിഗ് ബോസ് വന്ന് പറയുന്നു, അതിലൊരു സാധനവും കഴിക്കാൻ പാടില്ല. അതായത് ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് അപ്പം തന്നെ കഴിച്ച് തുടങ്ങി എല്ലാവരും. കാരണം ഈ ടാസ്കിൻ്റെ ഇടയ്ക്ക് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടല്ലോ, അത് തന്നെ ഒരു അവസരം വെച്ചിട്ട് അവർ കഴിച്ചു തുടങ്ങി. അപ്പോൾ കഴിക്കാൻ തുടങ്ങിയപ്പോൾ ബിഗ് ബോസ് പറയുന്നു, അത് അതിനകത്തെ സാധനങ്ങളൊന്നും കഴിക്കാൻ പാടില്ല, അതായത് നിങ്ങൾക്ക് ഇവിടെ കഴിക്കാൻ തന്നിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പോൾ ശരി ബിഗ് ബോസ് എന്ന് പറയുന്നുണ്ട്. പലരും കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പം തന്നെ പകുതിയൊക്കെ കഴിച്ചു തുടങ്ങി ഓരോരുത്തർ. അതായത് പിന്നീട് ബിഗ് ബോസ് പറയുന്നു, നിങ്ങൾക്ക് തന്നത് പെട്ടിയാണ്, ഫ്രിഡ്ജിനകത്ത് നമ്മൾ അപ്പൂപ്പനെയും അമ്മൂമ്മയെയും തലയണയെയോ ബെഡ്ഷീറ്റിനെയോ കൊണ്ടുവന്ന് വയ്ക്കത്തില്ല എന്നാണ് പറയുന്നത്. അതായത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഫ്രിഡ്ജിനകത്ത് ഇപ്പോൾ കൊള്ളാവുന്ന സാധനങ്ങൾ അപ്പൂപ്പനെയും അമ്മൂമ്മനെയും അതുപോലെ തലോണയും ബെഡ്ഷീറ്റൊന്നും കൊണ്ടുപോയി വയ്ക്കത്തില്ല. എന്താണോ ഫ്രിഡ്ജിനകത്ത് നമ്മൾ വെക്കുന്നത് അതേ ഇവിടെ വെക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഭയങ്കര ട്വിസ്റ്റായി പോയി കേട്ടോ. അപ്പോൾ എല്ലാവരും അയ്യോ എന്നുള്ള മട്ടിലായി. അങ്ങനെ എല്ലാം ഇറക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും ഇറക്കി വയ്ക്കാൻ പറയുന്നു. അപ്പോൾ എല്ലാവരും ഇറക്കി വയ്ക്കുന്നു. അതിനുശേഷം വീണ്ടും കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് അനീഷിൻ്റെ ടീമിൻ്റെയാണ് എണ്ണുന്നത്. അങ്ങനെ എണ്ണി നോക്കുമ്പോൾ 24 എണ്ണമാണ് കിട്ടുന്നത്. അപ്പോൾ പിന്നീട് നിവിൻ്റെയും അബി അതായത് സരികളുടെ ടീമിൻ്റെയാണ് എണ്ണുന്നത്. 23 എണ്ണമാണ് അവർക്ക് കിട്ടുന്നത്. പിന്നെ ആര്യനും ജിസയിലും അതായത് റനയുടെ ടീമിൻ്റെ 37 എണ്ണമാണ് അവർക്ക് കിട്ടുന്നത്. പിന്നീട് ഷാനവാസ് അക്ബർ അതായത് ഒനിലിൻ്റെ ടീമിൻ്റെയാണ് പിന്നീട് എണ്ണുന്നത്. 47 എണ്ണം അവർക്ക് കിട്ടി, അവരാണ് ലീഡിങ്. പിന്നീട് ബിൻസിയുടെയും ശൈത്യയും അതായത് രേണുവിൻ്റെ ടീമിൻ്റെയാണ് എണ്ണുന്നത്. 32 എണ്ണമാണ് അവർക്ക് എടുക്കാൻ പറ്റിയത്. പിന്നെ ബിന്നിയും നൂറയും ശാരികയുടെ ടീമിൻ്റെയാണ് 19 എണ്ണം എന്നാണ് അവർക്ക് കിട്ടിയത്. അവരാണ് ലാസ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ജയിച്ചതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒനിയിലാണ് ജയിച്ചിരിക്കുന്നത്. കാരണം 47 എണ്ണമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ടാസ്ക് അവസാനിച്ചപ്പോൾ പോയിൻ്റ് നില വായിക്കാൻ പറയുകയാണ് ബിഗ് ബോസ്. ഒനിലിന് 6 പോയിൻ്റ്, ഒനിലാണ് ഫസ്റ്റ്. റെന തൊട്ട് താഴെ 5 പോയിൻ്റ്, രേണു തൊട്ട് താഴെ 3-ാം സ്ഥാനത്ത് 4 പോയിൻ്റ്, തൊട്ട് താഴെ അനീഷ് 3 പോയിൻ്റ്, അതിന് തൊട്ട് താഴെ ശാരിക 2 പോയിൻ്റ്, ഏറ്റവും അവസാനം ശാരിക 1 പോയിൻ്റാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ നോക്കിയാൽ കഴിഞ്ഞ വീക്കിലത്തെ അതായത് കഴിഞ്ഞ ടാസ്ക് കൂടി കൂട്ടിയിട്ട് ലീഡിങ്ങിൽ നിൽക്കുന്നത് നമ്മുടെ റെനയാണ് ഇപ്പോൾ നിൽക്കുന്നത്. തൊട്ട് പിന്നിൽ ഒനിയിലുണ്ട്, അതിന് തൊട്ട് പിന്നിൽ രേണു ഉണ്ട്, അതിന് തൊട്ട് പിന്നിൽ ശാരികയുണ്ട്, അതിന് തൊട്ട് പിന്നിൽ അനീഷുണ്ട്, അതിന് തൊട്ട് പിന്നിൽ ശാരികയുണ്ട്. ഇപ്പോഴും അനീഷും ശാരികയും തന്നെയാണ്
ലാസ്റ്റ്. കാരണം അനീഷ് ഇന്നലെ ഏറ്റവും ലാസ്റ്റായിരുന്നു, ഇന്ന് ഒരു പടി കയറിയെന്ന് മാത്രം. ഇന്നലെ ശാരിക ഒരു പടി മുകളിലായിരുന്നു, ഇന്ന് ശാരിക താഴത്തേക്ക് ഇറങ്ങിയെന്ന് മാത്രം. അത്ര വ്യത്യാസം വന്നിട്ടുള്ളൂ. ഇനി വരുന്ന ടാസ്ക്, അതായത് ഇനി ഒരു ടാസ്ക് കൂടി വരുമെന്ന് തോന്നുന്നുണ്ട്. ആ ടാസ്കിലും കൂടി ജയിച്ചില്ലെങ്കിൽ, അതായത് നന്നായിട്ട് കളിച്ച് ജയിച്ചില്ലെങ്കിൽ ഇതിന്ന് 2 പേർ ആരെങ്കിലും ഒരാൾ പുറത്താകും. അതായത് ചിലപ്പോൾ ശാരികയാകാം അല്ലെങ്കിൽ അനീഷാകാം. ഡെഡ് സോണിലേക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ് വസ്തുത എന്നാണ് പറയുന്നത്. പിന്നീട് അതിനുശേഷം ടാസ്കും കാര്യങ്ങളൊക്കെ കഴിയുന്നു. പിന്നീട് ബിന്നി ഇരുന്ന് കരയാണ് ചെയ്യുന്നത്. അതായത് ശാരിക എന്തോ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ശാരിക പറഞ്ഞ വിഷയത്തിലാണ് നമ്മുടെ ബിന്നി കരയുന്നത്. ആദിലും നൂറയും മതിയായിരുന്നു, അതായത് ആദിലും നൂറയും മതിയായിരുന്നു, നീ പോകണ്ടായിരുന്നു എന്നെന്തോട്ട് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ പറയുന്നുണ്ട്. അതിന് പേരിൽ നമ്മുടെ ബിന്നി ഇരുന്ന് കരയുന്നു. അതായത് പിന്നെ നന്നായിട്ട് കളിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ, കളിച്ചിട്ടില്ല ഒന്നും പറയാൻ പറ്റില്ല, കളിച്ചിട്ടൊക്കെ ഉണ്ട്. അതായത് ഈ നിബന്ധനയിൽ പറയുന്നുണ്ട്, ഇവരെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ഇവരെ തിരഞ്ഞെടുക്കുന്നവർ നിങ്ങളെ ജയിപ്പിക്കാനും നോക്കും, തോൽപ്പിക്കാനും നോക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് അറിഞ്ഞു വെച്ചിട്ട് വേണം എടുക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ശാരിക ഇത് ഈ പറഞ്ഞ പോലെ ഞാൻ യോജിക്കുന്നില്ല. കാരണം ബിന്നി നന്നായിട്ട് കളിച്ചിട്ടുണ്ട്, പക്ഷെ പറ്റാത്തതുകൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ അപ്പാനിയും നമ്മുടെ അനുമോളും നന്നായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്, പറ്റുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് എടുക്കാൻ മാക്സിമം അവർ നോക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് പറ്റുന്നില്ല. എന്തുകൊണ്ടോ ലാസ്റ്റായി പോവുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണെന്ന് ലൈവിനകത്ത് ഇതുവരെയും സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ലൈവ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി? നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനാണ് ശ്രമിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് take care.